ഏതായാലും ബഹുമാനപ്പെട്ട അബു റാഷിദ് ഇന്നിപ്പോ ദുബായില് കണ്ടില്ലല്ലോ. പിന്നെ നമ്മുടെ നൗഷാദ് സാഹിബിന് നൽകുന്ന സ്വീകരണത്തിൽ എന്താണോ അറിയില്ല, അസൗകര്യം ഉണ്ടായിട്ടുണ്ടാവണം. ഒന്നാമത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായതുകൊണ്ട് ഇന്നലെ അവിടെ തീരുമാനിച്ചത് ഇന്നിപ്പോ അവിടെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ അങ്ങനെ വേറെ തന്നെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ റാസൽമേ തന്നെ ഉള്ള പല ആളുകളും ആദ്യം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവില്ലോ, ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ പിന്നെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കൂല, അങ്ങനത്തെ വിഷയമുണ്ട്. അതേസമയത്ത് 2 ദിവസം മുമ്പ് തന്നെ വിവരം അറിയിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആളുകൾ വേറെ പരിപാടി ഏൽക്കൂല, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇത് പെട്ടെന്ന് തന്നെ രാത്രിയാണ് പല ആളുകളും ഇന്ന് ഇവരുടെ വിവരം തന്നെ അറിഞ്ഞത്. അയ്യാ കുറച്ച് നേരത്തെ അറിയാൻ ഇത് തിരക്കിട്ടുണ്ടായില്ല, കാരണം ഞാൻ ഇന്ന വിഷയം നാളെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ പള്ളിത്തെ ഇമാമിയങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ പള്ളിയിൽ ഒരാളാക്കി പോകാൻ ഉള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിക്ക് ദുബായിലുള്ള ആളുകളിൽ കുറെ ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ദുബായിൽ തന്നെ നമ്മുടെ ധാരാളം ആളുകളുണ്ട്. പിന്നെ അല്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ പാപ്പിയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളും വന്നു. റാസലിമേന്ന് ഞാനും 1-2 ആളുകളും മാത്രമാണ് പോകാൻ സാധിച്ചത്. എന്നാലും ശരി, അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു. കുറെ ആളുകൾ നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിച്ചു. കുറെ ആളുകൾക്ക് നമ്മെയും കാണാൻ സാധിച്ചു. നമ്മെയും കാണാൻ സാധിക്കുക ചില ആളുകൾക്കൊക്കെ നൂർ ഫൈസി എന്ന് പറഞ്ഞപ്പോ ആരാണെന്നുള്ള ഉണ്ടാവൂലല്ലേ. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കണ്ട് ചുരുക്കുള്ള ആളാതൊക്കെയാ, കണ്ടോക്കുമ്പോഴല്ലേ കള്ളി അറിയുള്ളൂ. അവർക്ക് ആ കള്ളി സംഗതി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഏതായാലും ശരി, പരസ്പരം അങ്ങുമിങ്ങും കാണാനും പിന്നെ സന്തോഷിക്കാനും ഒക്കെ അവസരം ഉണ്ടാവുക അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. നമ്മള് ഒന്നാമതേ നമ്മുടെ ഈ കൂട്ടായ്മനെ കാണുമ്പോ എന്താണോ അല്ലെ, സ്വന്തം ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങള് ഇപ്പം ജ്യേഷ്ഠന്മാരെ കാണുന്നത് പോലെ, അഞ്ചന്മാരെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ എളാപ്പാരെ മക്കളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അമ്മായിന്റെ മക്കളെ കാണുന്നത് പോലെ, നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ അടുത്ത കുടുംബക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കുറെ ആളുകളെ കാണുന്ന ഒരു സന്തോഷം. സംഭവം നമ്മുടെ ആരുമല്ല അല്ലെ, നമ്മളെ ആരുമല്ല, മുഅ്മിനീങ്ങളാണ്. യാതൊരു കുടുംബവും ഇല്ലല്ലോ, ഒരു അകന്ന കുടുംബം പോലും ഇല്ല. ഈ മുഅ്മിൻ എന്ന ആ ബന്ധം അല്ലെ, പിന്നെ ഈ ഒരേ ആദർശ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എന്ന ആ ബന്ധം, ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ മനസ്സ് വളരെ സന്തോഷിച്ചു. വളരെ റാഹത്തായി, വളരെ റാഹത്തോടു കൂടി പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചെത്താൻ സാധിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാന് ഇന്നത്തെ പരിപാടിയിലെ ഞാൻ വീണ്ടും ഇന്നെങ്ങനെ എപ്പോഴും തന്നെ ഓർമ്മ വരുന്ന ഒരു വിഷയം, കഴിഞ്ഞ 1-2 വർഷം മുമ്പാണ്, 2-3 വർഷം മുമ്പാണ്, പിന്നെ ഇതേ സ്ഥലത്ത് തന്നെ ദുബൈ സുന്നി സെന്ററിന്റെ മദ്രസയിൽ വെച്ച് തന്നെ നമ്മുടെ ഒരു കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മീറ്റിംഗ് ഉണ്ടായി. അന്ന് കുറച്ചും കൂടി വിപുലമായിട്ടായിരുന്നു. അല്ലയിൽ നിന്നും അബുദാബിയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങൾ, എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു. അന്ന് ആ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി ആയിരുന്നു. ഇന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ ഞാനായിരുന്നു. അപ്പൊ എനിക്കതിങ്ങനെ ഓർമ്മ വന്നേ. സലാം ബാഖവിന്റെ പ്രസംഗത്തിന്റെ അവസാനം മൂപ്പരിങ്ങനെ ഇത്രയും പറഞ്ഞു, ഞാൻ അള്ളാഹുതആല അങ്ങനെ നൽകിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും എന്ന് മൂപ്പരാടെ ഇരുന്ന് എനിക്ക്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. അത് ഉടനടി അത് കഴിഞ്ഞ ഉടനെ തന്നെ കണ്ടിരിക്കുന്ന മൂപ്പർക്ക് ഫോൺ വന്നു ചേളാരിയിൽ ബഹുമാനപ്പെട്ട മർഹൂം അലിബാ ഫൈസി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്താണ്. എന്നോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹജ്ജ് യാത്ര ഒക്കെ ഒന്നിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സലാം ബാഖവിയും അദ്ദേഹം തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. വളരെ അടുത്ത ബന്ധം, വല്ലാത്ത അടുത്ത ബന്ധം. ഞാൻ അലിബാ ഫൈസിനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം സലാം ബാഖവിനെ വല്ലാതെ മദ്ഹ് ചെയ്യാറുണ്ട്. അങ്ങനെ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോഴൊക്കെ സലാം ബാഖവി അങ്ങേറ്റം മദ്ഹ് ചെയ്യാറുണ്ടായി അദ്ദേഹം. ആ മദ്ഹിന്റെ ആഴമുണ്ടല്ലോ, ആ ബന്ധത്തിന്റെ ആഴം പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അങ്ങനെ അദ്ദേഹം വളരെ മാരകമായ രോഗത്തിന്റെ അടിമയായിരുന്നു. അങ്ങനെ ഔഖാഫിൽ നിന്ന് അദ്ദേഹം ലീവ് എടുത്ത് നാട്ടിൽ പോയി. പിന്നീട് വീണ്ടും ലീവ് നീട്ടി.
അങ്ങനെ ദീർഘമായ ലീവിൽ അദ്ദേഹം നാട്ടിലായിരുന്നു. ആ സമയത്താണ് ആ പരിപാടി നടക്കുന്നത്. അപ്പൊ ആള് വലിയ തമാശക്കാരനായിരുന്നു. മൂപ്പര് വലിയ രസികനായിരുന്നു. അപ്പൊ അങ്ങനെ മൂപ്പര് അപ്പൊ തന്നെ സലാം ബാക്കിക്ക് വിളിക്കാൻ. അപ്പൊ അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ചേളാരിയിൽ ശയ്യാരംഭനായി കിടക്കുന്ന അദ്ദേഹം ആ കട്ടിലിങ്ങനെ കിടന്നിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ലാപ്ടോപ്പും വെച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ അവിടെ അദ്ദേഹം ആ കട്ടിലിങ്ങനെ കിടന്ന് കേൾക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉടൻ തമാശക്ക് അദ്ദേഹം ഉടൻ തന്നെ സലാം ബാക്കയ്ക്ക് വിളിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച് അത് മട്ടം പോലെ ചെയ്യണ്ടേ, ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പിന്നെ ഉദ്ഘാടനം ചെയ്യാതെ ഇരിക്കല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സലാം ബാക്ക വേഗം മൈക്കിലേക്ക് വന്ന് അലിവാ പൈസ വിളിച്ചിട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഇന്ന് എനിക്കതിങ്ങനെ ഓർമ്മ വന്നത് ഒന്ന് സലാം ബാക്കയെ പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷം പിന്നെ അദ്ദേഹം ഈ ലോകവുമായി വിട പറഞ്ഞു. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയ ജീവിതം റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും പ്രകാശിപ്പിച്ച് കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഞാൻ ആ ബന്ധത്തിന്റെ ആരെന്ന് പറഞ്ഞാലേ അങ്ങനെ ബഹുമാനപ്പെട്ട അലിബാ ഫൈസി പിന്നെ മരിച്ചു എന്ന വിവരം നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മൾ അന്ന് ഇവിടെ പരസ്യമായി പറഞ്ഞു. ഇവിടെ ഇടക്കൊക്കെ പേസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാക്കവി ഒരിക്കലെങ്കിലും മൈക്ക് എടുത്തുകൊണ്ട് ആ വിവരം പറയുകയോ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക പോലും പരസ്യമായി ദുആ ചെയ്യുകയോ പോലും ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് അതിന് സാധിക്കുമായിരുന്നില്ല. മൈക്ക് എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് കരച്ചിൽ വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മൈക്കെടുത്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്നും തന്നെ അലിവാവൈദിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം കരഞ്ഞുപോയി. അപ്പൊ അത്രയും വലിയ ബന്ധമായിരുന്നു ഉസ്താദ് അബ്ദുസലാം ബാഖവിയും അതുപോലെ തന്നെ അലിവാ ഫൈസിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർ രണ്ടുപേരെയും അതുപോലെ നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി ഒരുമിച്ച് കൂട്ടി തരട്ടെ. അവന്റെ മഹളായ ഫദൽ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഞാനിന്ന് ഈ യോഗത്തിന് പോകുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഖുതുബക്ക് പോകുന്ന ഒരു പള്ളിയുണ്ട് ഇവിടെ. അപ്പൊ ആ പള്ളിയിൽ നമ്മുടെ ഒരു എപ്പോഴും നമ്മോട് ബന്ധപ്പെട്ട ഒരാൾ ഞാനുമായി ബന്ധപ്പെടാറുണ്ട്. അവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഐഡി പേ ഏതാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഇന്നലെ മിനിഞ്ഞാന്നേറ്റ് ഒരു PM ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിയുടെ കാര്യം. കുട്ടിക്ക് കൗണ്ടിങ് അതിന്റെ കുറവാണ്. കൗണ്ടിങ് തന്നെ പറയാം, കൗണ്ടിങ് കുറവാണ്. അപ്പൊ ഇന്നിപ്പോ ആശുപത്രി പിന്നെ കൊണ്ടുപോവുകയാണ്. ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം PM ചെയ്തിരുന്നു. നമ്മൾ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ജുമാക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോ കൗണ്ട് പിന്നെ അപ്പൊ ഇന്ന് ജുമാക്ക് ശേഷം അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ആ PM ചെയ്തിരുന്ന ആള് ഞാനായിരുന്നു, എന്റെ കുട്ടിക്കാണ് സുഖമില്ലാത്തത്. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു മുഖം തന്നെ വല്ലാത്ത വിഷമമുള്ള ഒരു അവസ്ഥയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പൊ 12 വയസ്സായ കുട്ടിയാണെന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും അഷ്റഫുൽ ഖൽഖിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റ് എല്ലാ മുർസലീങ്ങളുടെയും നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും മലായിക്കത്തിന്റെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളായ എല്ലാവരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹു, ഷാഫിയായ അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അപകടഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു കുടുംബത്തിനും ദീനിനും വലിയ ഉപകാരം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അറിയപ്പെടുന്ന കള്ളുകുടിയനെ സലാം പറയാൻ പറ്റുമോന്നാ? അറിയപ്പെടുന്ന കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ ഫാസിഖാണ്. ദോഷം ചെയ്തു തൗബ ചെയ്യാതെ വീണ്ടും വീണ്ടും ആ ദോഷം അങ്ങനെ ആവർത്തിച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ ഫാസിഖാണ്. ഫാസിഖിനും മുബ്തദിഇനും സലാം ചെല്ലൽ കറാഹത്താണ്. മുബ്തദിന് മാത്രമല്ല, മുബ്തദിഇനും ഫാസിഖിനും സലാം ചെല്ലൽ കറാഹത്താണ്. അപ്പൊ കൂടിയ ഫാസിഖാണ്, അയാൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്. പിന്നെ
ബാങ്കിൽ നിന്നും കിട്ടിയ പലിശ റിലീഫിന് വേണ്ടി ഉപയോഗിക്കാം. എന്താ ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ? ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ലല്ലോ. ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശ റിലീഫിന് ഉപയോഗിക്കാൻ പാടണമെന്ന് ചോദിക്കല. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല. പലിശ ഇടപാടൊന്നും മുസ്ലിംകൾ നടത്താൻ പാടില്ല, ഹറാമാണ്. അത് വലിയ തെറ്റാണ്, വലിയ വൻദോഷങ്ങളിൽപ്പെട്ടതാണ്. അത് പാടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനെ വിട്ട് പിരിഞ്ഞ നിയ്യത്ത് ചെയ്ത ശേഷം ബാഹ്യമായ രീതിയിൽ ഇമാമിനെ തുടരാൻ പറ്റുമോ? ഇമാമിനെ ബാഹ്യമായ തുടരാന്ന് പറഞ്ഞ നിയ്യത്ത് ഉണ്ടാവുമ്പോഴാണ് തുടരാന്നുള്ളത്. ഒരു ഇമാമിനെ തുടരാന്ന് പറയണമെങ്കിൽ അതിന് നിയ്യത്ത് വേണം. ഇമാമിനോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന ആ നിയ്യത്ത് ഉണ്ടാവുമ്പോഴാണ് ഇമാമിനോട് തുടരലുണ്ടാകുക. അതല്ല അപ്പൊ ഇമാമിനോട് ഞാൻ വിട്ടുപിരിയുന്നു എന്ന് കരുതി നിൽക്കുക. വിട്ടുപിരിയുന്നു എന്ന് കരുതിയാൽ പിന്നെ ഇമാമിനോട് തുടർച്ചയില്ല. പിന്നെ ഇമാം റുക്കോയ് ചെയ്യുമ്പോഴാണ് റുക്കോയ് ചെയ്യുന്നത്, എഴുത്തിദാൽ ചെയ്യുമ്പോഴാണ് എഴുത്തിദാൽ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടാണ് വന്ന് നിൽക്കുന്നത്, തറക്കടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അയാളുടെ ഫാത്തിഹ കഴിഞ്ഞ്, ഇവന്റെ ഫാത്തിഹ കഴിഞ്ഞ് ഇവൻ റുക്കോയ് ചെയ്യണതിന്റെ ആ സമയത്താണ് ഇമാം റുക്കോയ് ചെയ്യണം. അപ്പൊ അവനും ഇവൻ റുക്കോയ് ചെയ്തു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് തുടർച്ച എന്ന് പറയില്ല. തുടർച്ച എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്ന നിയ്യത്തുണ്ടെങ്കിൽ തുടർച്ചയാവുള്ളൂ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? വേറെ കുറ്റമൊന്നുമില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് സംഗതി റാഹത്തായി എന്ന് പറയാം. പിന്നെ വേറൊരു വിഷയമായി, സാധാരണ ഞാനിപ്പോ ഇവിടെ മൈക്ക് എടുക്കുമ്പോഴേ, അല്ല ഞാനിപ്പോ മൈക്ക് റിലീസ് ചെയ്യുമ്പോ അസ്സലാമു അലൈക്കും എന്ന് അറിയും ചിലപ്പോ അല്ലേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ് അസ്സലാമു അലൈക്കും. അപ്പൊ അതിനുശേഷം എനിക്ക് നന്ദി പറയാനോ മറ്റൊരാൾ മൈക്ക് എടുക്കുമ്പോ പിന്നെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അസ്സലാമു അലൈക്കും അത് പറഞ്ഞ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകുന്ന ചിലപ്പല്ലേ അങ്ങനെ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഞാനത് മൈക്ക് റിലീസ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നീട് മൈക്ക് എടുക്കുന്ന വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. പിന്നെ അദ്ദേഹം പിന്നെ ഒന്നുകൂടി അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ വരുന്നുണ്ട്, ഒരാള് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങോട്ട് വരികയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങോട്ടും പോവുകയാണ്. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും നെല്ലി നിൽക്കുക. എന്നാൽ രണ്ടാളും പിന്നെ മടക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അസ്സലാമു അലൈക്കും ഉണ്ടല്ലോ, ഈ അസ്സലാമു അലൈക്കും എന്നുള്ളത് തന്നെ മറ്റാളുടെ അസ്സലാമു അലൈക്കുമിനുള്ള മടക്കലാണ് എന്നാണ്. അപ്പോൾ ഞാനിപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മൈക്ക് പിന്നെ റിലീസ് ചെയ്തു, വേറെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മൈക്ക് എടുക്കുകയാണെങ്കിൽ അത് എന്റെ അസ്സലാമു അലൈക്കും എന്നുള്ള സലാമിന്റെ മടക്കലുമാണ്. അത് അതിന് പുറമെ മറ്റുള്ളവർക്ക് സലാം ചെല്ലലുമാണ്. രണ്ടുമായിട്ട് പരിഗണിക്കപ്പെടും എന്നാണ് നമ്മുടെ ഫിഖഹിന്റെ കിതാബിലൊക്കെ ആ കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉസ്താദ്, NRI അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് അറിയാതെ കിട്ടിയതാണ്, അത് പിന്നെ എന്ത് അങ്ങനെ ചോദിക്കണം. അങ്ങനെയാണ്, അല്ല ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ബാങ്കിൽ നിന്ന് പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനവുമായും നമുക്ക് വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ അല്ലാതെ ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള. അപ്പൊ NRI അക്കൗണ്ടിൽ ഒരാൾക്ക് പൈസ, ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണ്, വിദേശത്തുള്ള ആളുകൾക്ക് പണം അയക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഒരു അംഗീകരിക്കപ്പെട്ട മാർഗം അത് തന്നെയുള്ളൂ. അങ്ങനെ അതിൽ കൂടെ പണം നടക്കുന്നു. അങ്ങനെ അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കുറച്ച് പലിശ വന്നു നോക്കുക. ആ പലിശ എന്ത് ചെയ്യണം എന്നാണ് അല്ലേ? ആ പലിശ പൊതുവിഷയത്തിൽ ചെലവഴിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ. അങ്ങനെയാണ് പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക. റോഡ് പണി ഉണ്ടെങ്കിൽ റോഡ് പണിക്ക് കൊടുക്കുക. പിന്നെ ഇടവഴികളൊക്കെ വീതി കൂട്ടുക, അതുപോലെ തന്നെ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെലവഴിക്കുക. അതല്ലെങ്കിൽ പബ്ലിക് കക്കൂസ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുക, വിളക്ക് കാലുകൾ, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഈ എന്ത് ചെയ്യാ പൊതുവിഷയത്തിൽ ചെലവഴിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കാം. ഒന്നിച്ച് 4 റക്അത്ത് മാത്രമല്ല, എത്രയും നിസ്കരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് ഖളാ വിട്ടെന്ന് വിചാരിക്കാം. നമ്മള് ഒരാൾ ഖളാ വിട്ടാൻ നിൽക്കുക, രാത്രി ഇശാക്കാണ് ഒരാള് അന്നത്തെ റവാത്തിബ് സുന്നത്തെ ഖളാ നിസ്കരിക്കുന്നത്. അപ്പൊ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തും ദുഹറിന്റെ മുമ്പുള്ള 2 റക്അത്തും ദുഹറിന്റെ ശേഷമുള്ള 2 റക്അത്തും ഇനിയിപ്പോ അസറിന് മുമ്പ് 4 അസറിന് മുമ്പുള്ള 4 റക്അത്തും മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്തും മഗ്രിബിന്റെ ശേഷമുള്ള
2 റക്അത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ അപ്പൊ അവനാകെ ഏതൊക്കെ നിസ്കാരമാണ് കരുതിയതെങ്കിൽ അത്ര റക്അത്ത് നിസ്കരിക്കണം. പക്ഷെ ഈ 2 റക്അത്ത് നിസ്കരിക്കാണ്ട് പിന്നെ തഹിയ്യാത്ത് ഓതുക, എന്നിട്ട് പിന്നെ സലാം വിട്ടാതെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് അങ്ങനെ പറ്റൂല. 2 തഹിയ്യാത്തിനേക്കാൾ കൂടാൻ പാടില്ല, തശഹുദ് 2 കൂടാൻ പാടില്ല. അപ്പൊ സുബീന്റെ മുമ്പത്തെ 2 റക്അത്ത് ആയിട്ട് തഹിയ്യാത്ത് ഓതാതെ എന്ത് ചെയ്തു, 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു. 3ഉം 4ഉം റക്അത്ത് നിസ്കരിച്ചവൻ അല്ലേ, അത് ളുഹറിന്റെ മുമ്പത്തെ സുന്നത്താണ്. പിന്നെ എന്ത് ചെയ്തു, ളുഹറിന് ശേഷമുള്ള 2 റക്അത്താണ് 5ഉം 6ഉം നിസ്കരിച്ച്. പിന്നെ അസറിന്റെ മുമ്പത്തെ 4 അതും അങ്ങനെ നിസ്കരിച്ചു. അതിന്റെ ഈ 2 റക്അത്തിന് ശേഷം തഹിയ്യാത്തിനൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് അവസാനത്തെ പിന്നെ റക്അത്തിന്റെ നേരെ മുമ്പുള്ള 2ാമത്തെ, ഉദാഹരണം 10 12 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ 10ാമത്തെ റക്അത്ത് അല്ലെ, ആ 10ാമത്തെ റക്അത്തിന് ശേഷം ഒരു തഹിയ്യാത്ത് ഓതുക. എന്നിട്ട് സലാം വിട്ടാതെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ 2 റക്അത്ത് കൊണ്ട് നിസ്കരിച്ചിട്ട് അവസാനം ഒരു തഹിയ്യാത്ത് ഓതുക. അപ്പൊ നിസ്കാരത്തിൽ 2 തഹിയ്യാത്തിനേക്കാളും കൂടരുത് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. ഇനിയിപ്പോ ളുഹറിന്റെ മുമ്പും ശേഷം ഉള്ള സുന്നത്ത്, ളുഹറിന്റെ മുമ്പ് ഒരാൾ സുന്നത്ത് നിസ്കരിച്ചില്ല, ശേഷമാണ് നിസ്കരിക്കുന്നത്. എന്നാൽ ളുഹറിന്റെ മുമ്പത്തെ 4 റക്അത്തും ശേഷമുള്ള 4 റക്അത്തും അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്ന ഒറ്റ നിയ്യത്തോട് കൂടി നിസ്കരിക്കുക. അങ്ങനെ പറ്റും. അപ്പൊ 8 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക. അപ്പൊ അതിൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, 8ാമത്തെ റക്അത്തിൽ മാത്രം തഹിയ്യാത്ത് ഓതി സലാം വിട്ടാ അങ്ങനെ ചെയ്യാം. അതിൽ 6 റക്അത്ത് നിസ്കരിച്ച് തഹിയ്യാത്ത് ഓതി പിന്നെ സലാം വിട്ടാതെ 7ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുകൊണ്ട് 7ഉം 8ഉം നിസ്കരിച്ച് തഹിയ്യാത്ത് ഓതി സലാം വിട്ടുക. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതിനേക്കാളൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ റവാത്തിബ് ഖളാ വീട്ടി നിസ്കരിക്കാൻ മതി. വഖത്ത് നിശ്ചയിക്കപ്പെട്ട എല്ലാ നിസ്കാരവും ആ വഖത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ്. റവാത്തിബ് എന്ന് മാത്രമല്ല, ഏത് സുന്നത്ത് നിസ്കാരവും, വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഏത് സുന്നത്ത് നിസ്കാരവും കാരണം കൊണ്ടുണ്ടായ സുന്നത്ത് നിസ്കാരമല്ല. അതല്ലേ പറഞ്ഞത്. ഉദാഹരണം ഒരാൾ എന്താണ് തഹിയ്യത്ത് നിസ്കാരം, അത് കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാരണം കൊണ്ടുണ്ടാവുന്നതാണ് ഏത്, പിന്നെ തഹിയ്യത്ത്. അത് ഖളാ വീട്ടാൻ പറ്റൂല. ഒരാൾ പള്ളിയിൽ കയറി നിൽക്കുക, ഉണ്ടാവും തഹിയ്യത്ത് നിസ്കരിക്കാതെ പുറത്തിറങ്ങി, അപ്പൊ അത് പിന്നെ ഖളാ വീട്ടുക, അത് പറ്റൂല. കാരണം അത് വഖത്ത് നിശ്ചയിക്കപ്പെട്ടതല്ല, അത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന നിസ്കാരമാണ്. അതേ സമയത്ത് അതല്ല, വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഏതും ഖളാ വീട്ടലും സുന്നത്ത് തന്നെയാണ്. തറാവീഹ് ആയിക്കോട്ടെ, വിത്ർ ആയിക്കോട്ടെ, പിന്നെ റവാത്തിബ് സുന്നത്ത് ആയിക്കോട്ടെ, ളുഹ ആയിക്കോട്ടെ, ഏതും അതൊക്കെ വഖത്ത് നിശ്ചയിക്കപ്പെട്ടതാണല്ലോ. അപ്പൊ അതിനൊക്കെ ഖളാ വീട്ടലും സുന്നത്താണ്. തഹജ്ജുദ് അല്ല, തഹജ്ജുദ് വഖത്ത് നിശ്ചയിക്കപ്പെട്ടതല്ല. എന്ത് മുജീബുർ റഹ്മാന്റെ ഈ നിങ്ങൾക്കാർക്കും മുജീബുർ റഹ്മാൻ എപ്പോഴും കാണാം ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ചെയ്യണത് അല്ലേ? എനിക്കൊന്നും കാണൂല കേട്ടാ, എന്നെ പോലത്തെ വാങ്ങി തന്താർക്കൊന്നും ഇത് കാണൂല. എന്താ പറയാ, മഷി അബ്ദുള്ള തോട്ടക്കാടിന് അടുത്തല്ല, നിങ്ങളെ ജിദ്ദയിലല്ലേ, കുറച്ച് മഷി വാങ്ങി കൊടുക്കാൻ പറ്റുമോ മൂപ്പർക്ക്? പിന്നെ കാണുന്നവരുണ്ടാവും, എനിക്ക് പറ്റൂല, കാണൂല എന്നാ പറഞ്ഞത്. ആ കാശ് നമുക്ക് വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പറ്റുമോ? പറ്റൂലെന്ന്. എന്ത് വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ അവനാന്റെ ഉപയോഗമല്ലേ അല്ലേ? അവനാ ഓടിക്കുന്ന വാഹനം അല്ലേ, അവനാന്റെ വാഹനത്തിൽ പെട്രോൾ അടിക്കാറിനാല് അതല്ല പൊതുവിഷയങ്ങൾ ചെലവഴിക്കുവാന്നാ പറഞ്ഞത്. വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പൊതുവിഷയ അത് പറ്റൂല. അങ്ങനെയാണിപ്പോ എന്തെല്ലാണ്ടല്ലേ, വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പറ്റുമോ, കറണ്ടിന്റെ പണം അടക്കാൻ പറ്റുമോ, ടെലിഫോൺ കാർഡ് വാങ്ങാൻ പറ്റുമോ, അങ്ങനൊക്കെ അല്ലേ അല്ലേ? അതൊന്നും പറ്റുകയില്ല. പൊതുവിഷയത്തിൽ ചെലവഴിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ കമ്പനിയിൽ നമ്മുടെ ഒരു നാട്ടുകാരൻ സ്ഥിരമായി മദ്യപിക്കുന്നു. എന്നും സലാം പറയും. ഞാൻ വഅലൈക്കും എന്ന് പറയാറുള്ളൂ. ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ദേഷ്യപ്പെടും. പറയാൻ അതങ്ങനല്ല. വഅലൈക്കും എന്ന് പറഞ്ഞത് അത് മുസ്ലിങ്ങളോട് ചെയ്യുന്ന പിന്നെ ഇതല്ലേ, അയാൾ മുസ്ലിമാണല്ലോ. അതല്ല, അയാളോട് സലാം ചിലർ കറാഹത്താക്കിയതിന്റെ കാരണം എന്താണെന്നല്ലോ. അയാൾക്ക് സലാം ചിലർ കറാഹത്താക്കിയത്
അയാളോട് ഒരു ബഹിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അയാളോട് നമ്മുടെ വെറുപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയാണിത്. നിങ്ങൾ വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആർക്കല്ലേ വലൈക്കും ഇപ്പൊ ഞാൻ സലാം മറക്കുന്നുണ്ട്. അത്ര വൈഫാകരുത് നമ്മുടെ ഈമാൻ, അത്രയും വൈഫാകാൻ പാടില്ല നമ്മുടെ ഈമാൻ. ഒരു മുൻകറായ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു, അയാൾ സലാം ചെയ്തിട്ട് അയാൾ മടക്കുന്ന അയാൾ വെറുപ്പുണ്ടെങ്കിൽ പോയി പണിയോക്കട്ടെ എന്നല്ലാതെ ഇല്ലേ, അയാൾ സലാം ചെല്ലി മടക്കരുത്. അതാണ് വേണ്ടത്. കറാഹത്താണ് സലാം ചെല്ലിൽ കറാഹത്താണ്, അത് മടക്കലൊക്കെ കറാഹത്താണ്. പിന്നെ നിങ്ങൾ വലൈക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തായി, ഞാൻ സലാം ചെല്ലിയായി മടക്കിയിട്ടുണ്ട് എന്നുള്ളത് ആണ് അയാൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അയാളുടെ ആ തെറ്റിൽ നിന്ന് അയാൾ ആ തെറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ അത് കാരണമാവൂല. മുബ്തദീങ്ങൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്, ഫാസിഖീങ്ങൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്. ഇതൊക്കെ എന്താണ് കാരണം കണ്ടോ? മുബ്തദീ അയാൾ ചിന്തിക്കും, ഞാൻ ഈ ബിദ്അത്ത് കൊണ്ട് നടക്കുന്നത് കാരണമാണല്ലോ ഈ മുഅ്മിനീങ്ങളൊന്നും എനിക്ക് സലാം ചെല്ലാത്തത് എന്നയാൾ ചിന്തിക്കും. അപ്പോൾ ആ ബിദ്അത്ത് ഒഴിവാക്കാൻ അത് കാരണമായേക്കാം. അതാണ് അതിന് കാരണം. പിന്നെ ആ ബിദ്അത്തിനോടുള്ള നമ്മുടെ ആ വെറുപ്പ് അത് രേഖപ്പെടുത്തുക, അതുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫാസിഖ് അങ്ങനെ തന്നെ, ഫാസിഖ് സലാം ചെല്ലല് കറാത്തുള്ള കാരണം ഞാൻ ഈ ഫാസിഖായി നടക്കുന്നത് കൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളൊന്നും എനിക്ക് സലാം ചെല്ലാത്തത് എന്ന് അയാൾ ചിന്തിക്കുകയും ആ ഫിസ്കിൽ നിന്ന് അയാൾ ഒഴിവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. അതിന് പിന്നെ ഇവൻ സലാം ചെല്ലുന്നത് അയാൾക്കുള്ള ഒരു പുനർവിചിന്തനത്തിന് കാരണമാവൂല എങ്കിൽ അയാൾക്ക് സലാം ചെല്ലലാണ് സുന്നത്ത് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ആരാണ്, എന്താണ് ഇപ്പൊ നാദാപുര ഭാഗത്തൊരു വലിയ ഫഖീഹ് ഉണ്ടായിരുന്നല്ലോ, സമസ്ഥാന്റെ ഒക്കെ ഒരാളാണ്, എന്താണ് മൂപ്പരുടെ പേര്, ഒരു കാര്യമായ ആളാണ്. മൂപ്പര ഫത്വ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കീഴന അല്ലെ, കീഴന ഓറുന്ന മൂപ്പരെ കുറിച്ച് പറയാറ്. കീഴന ഓറുന്ന വടക്ക് ഭാഗത്തൊക്കെ മഹാന്മാരെ വിളിക്കുന്ന പേരാണ് ഓറ് എന്ന്, കീഴന ഓറ് എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫത്വ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കേട്ട്, ഞാൻ വായിച്ചതല്ല, ആളുകൾ പറഞ്ഞു കേട്ടതാണ്. ഏത്, ഇനി ഒരാള് പിന്നെ ഇവൻ ഒരു മുത്തതിയാണ്, ഇവൻ സലാം ചെല്ലാതെ കൊണ്ട് അവൻ പിന്നെ അവന്റെ വിദ്യാർത്ഥിനെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യൂല. അവനക്ക് കൂടുതൽ സുന്നത്തമാത്തിന് ആളുകളോട് ദേഷ്യം ഉണ്ടായി തീരെ ചെയ്യാൻ നിൽക്കുക. പിന്നെ അങ്ങനത്തെ ആളോട് സലാം ചെല്ലയാണ് സുന്നത്ത് എന്നത്ര മൂപ്പർ പറയാറ്. അപ്പൊ അതല്ല, മുത്തതിനെ സലാം ചെല്ലൽ കറാഹത്താണ്, ഫാസിഖിനെ സലാം ചെല്ലൽ കറാഹത്താണ്. അതിന് കാരണം ഇതാണ്. അതിന് കാരണം അയാളുടെ വിദ്യാർത്ഥിനെ കുറിച്ച് ചിന്തിക്കാൻ അത് കാരണമായി തീരും. ഫാസിഖാവുമ്പോൾ അയാളുടെ ഫിസ്കിനെ കുറിച്ച് അയാൾ ചിന്തിക്കാൻ കാരണമാകും. അങ്ങനെ ഫിസ്കിൽ നിന്ന് അയാൾ ഒഴിവാവാൻ അത് സഹായകമാകും. അയാളുടെ വിദ്യാർത്ഥിയിൽ നിന്ന് അത് ഒഴിവാവാൻ സഹായകമാകും. അതുകൊണ്ടാണ് അവർക്ക് സലാം ചെല്ലൽ കറാഹത്താക്കിയത് എന്നാണ് അതിന്റെ കാരണം. അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ സുഹൃത്തിന് ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശരിയാവാൻ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിലെ ബുദ്ധിമുട്ടൊക്കെ അല്ലാഹു തീർത്ത് റാഹത്തും സന്തോഷവും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരു സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ അല്ലെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളായ തന്റെ സഹോദരന്മാർക്ക് വിഷമമുണ്ടാകുമ്പോ ആ വിഷമത്തിൽ നമുക്ക് വിഷമമുണ്ടാവുക, എന്നിട്ട് ആ വിഷമം തീരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇത് സാലിഹായ ഒരു അമലാണിത്. അത് അള്ളാഹുവിന്റെ പ്രീതി കാണിച്ചിട്ടുകൊണ്ട് രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂലം അർശിന്റെ നിഴൽ ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ സ്നേഹം ആ രീതിയിലാക്കി തരട്ടെ. ഇതുകൊണ്ട് നിങ്ങൾ അർശിന്റെ നിഴൽ സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എക്സാം ആണ്, എനിക്കും കൂട്ടുകാർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും കൂട്ടുകാരൊക്കെ മാന്യമായി നിലക്ക് വിജയിപ്പിക്കട്ടെ. അന്തസ്സുള്ള വിജയം നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഷോക്സ് ഇട്ട് നിസ്കരിക്കാമോ? പറ്റില്ലെങ്കിൽ അവരെ തുടരാൻ പറ്റുമോ? ഷോക്സ് ഇട്ട് നിസ്കരിക്കുകയോ ചെയ്യാം, വിരോധമൊന്നുമില്ല. ഷോക്സ് ഇട്ട് നിസ്കരിക്കാം, അവരെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യാം. പിന്നെ ഒരാൾ മസ്ജിദിൽ കയറിയ ഉടനെ തസ്ബീഹ് നിസ്കരിച്ചാൽ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ കൂലി കിട്ടുമോ? കിട്ടും.
ഒരാള് പള്ളി കയറിയ ഉടനെ തന്നെ എന്ത് ചെയ്തു, അയാൾ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നത്. ഇയാള് തസ്ബീഹ് നിസ്കാരത്തോട് കൂടി തഹയ്യത്ത് കരുതിയില്ല നിൽക്കുക. കരുതിയില്ലെങ്കിലും അയാൾക്ക് പിന്നെ ത്വലബുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളി പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കണം എന്ന ഒരു സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ട്. ആ കൽപ്പന സ്വീകരിച്ചവനായി പരിഗണിക്കപ്പെടും. എന്നാൽ അതിന് പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ എന്ന് വേണം നിയ്യത്തും കൂടി വെക്കണം. അപ്പൊ തഹയ്യത്ത് നിസ്കാരം പിന്നെന്ത് ചെയ്തു, തസ്ബീഹ് നിസ്കരിക്കുകയാണ്. അതോടുകൂടി അവൻ എന്നും കൂടി കരുതി പള്ളിയുടെ തഹയ്യത്തും കൂടി കരുതി നിൽക്കുക. എന്നാൽ രണ്ടിന്റെയും കൂലി കിട്ടുകയും ചെയ്യും, രണ്ടിന്റെയും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇമാമിന്റെ നിസ്കാരം സഹീഹല്ല എന്ന് തോന്നിയാൽ, വിട്ടുപിരിഞ്ഞെന്ന് കരുതിയാൽ അതിന് മുമ്പുള്ള സഹിയാകുമോ? അതും കൂടി മടക്കണോ? അങ്ങനല്ല. അത് ഇമാമിന്റെ നിസ്കാരത്തിലെ പിന്നെ എങ്ങനെ പറയാ, ഇമാമിന്റെ നിസ്കാരം സഹീഹാവാതിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഇമാമിന്റെ നിസ്കാരം സഹീഹാവാതിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഖഫിയായ മൻഅ്, മറ്റൊന്ന് ജലിയായ മൻഅ്. രണ്ട് വിഷയങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് നോക്കിയാൽ കാണുന്ന തടസ്സമാണ് ഇമാമിന്റെ അടുക്കലുള്ളത്. അതിനെന്താ ജലിയായ മൻഅ് എന്ന് പറയാം. ജലിയായ മൻഅുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമിന്റെ വസ്ത്രം കീറിയിട്ടുണ്ട്, അവർക്ക് മറക്കാതെയാണ് ഇമാം അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നൂർ ഫൈസ് ഉസ്താദ് DC ആയിട്ടുണ്ട്. അമീർ സാഹിബ് ബോണസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഔൺ ബോണസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും സമയത്തിനകം ഇൻഷാ അല്ലാഹ് റേഡിയോ ശ്രോതാക്കള് വിഷമിക്കരുത്. നൂർ ഫൈസ് ഉസ്താദിന്റെ ഫിഖ് സ്വന്തമായ ക്ലാസ്സാണ്. ക്ലാസ് എന്നാൽ PM മറുപടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ വീണ്ടും ഓർഫൈസ് ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ DC ആയതാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഓർഫൈസ് ഉസ്താദ് ഏത് നിമിഷങ്ങൾക്കകം എത്തും. DC ആയതാണ്. ബഹുമാനപ്പെട്ട ഓർഫൈസ് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. DC ആയതാണ്. ഇന്ന് റേഡിയോ ശ്രോതാക്കൾ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാമിന്റെ നിസ്കാരം ശരിയല്ല എന്ന് അറിഞ്ഞാൽ മൗമൂമന്റെ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കേട്ട് ഒറ്റക്ക് വേറെ നിസ്കരിക്കുകയാണ്. ആ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളത് മാത്രം നിസ്കരിച്ചാൽ മതിയോ, അതെല്ലാം മുമ്പുള്ളതും മടക്കി നിസ്കരിക്കണമെന്ന്? അത് വേണ്ട. അതിന് ഉദാഹരണം പറയാന്, ഇമാമ് 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. 4 റക്അത്ത് നിസ്കാരമാണ്. ആ ഇമാം എന്ത് ചെയ്തു, 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന്. അപ്പൊ ഇമാം ചെയ്യുന്നത് പിന്നെ നിസ്കരിക്കുന്നത് 5ാമത്തെ റക്അത്താണ് എന്ന് ഈ മൗമൂമിന് ബോധ്യപ്പെട്ടു. ഇമാമാണ് ഇത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടും പിന്നെ അയാൾ ഇരിക്കണമെന്നില്ലേനു. എന്നാ പിന്നെ അയാൾ ആ ഇമാമിനോട് തുടരാൻ പറ്റുമോ? ഏതായാലും ഇമാമും 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കല്ലേ, ഞാനും നീ എഴുന്നേറ്റ് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്, ഇമാമ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇമാമിനോട് വിട്ടുപിരിയുക, എന്നിട്ട് സലാം കിട്ടുക. അതാണ്. അപ്പൊ ഇനിയിപ്പോ അയാൾ മുമ്പ് നിസ്കരിച്ചതിന് മടക്കി നിസ്കരിക്കൊന്നും വേണ്ട. പിന്നെ വേറെ പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈ ഇമാം സുജൂദിലും റുക്കൂഇലും ദീർഘിക്കുമ്പോൾ മഅ്മൂമും സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കുന്നത് കൊണ്ട് വിരോധമുണ്ട്? ഒരു വിരോധവുമില്ല. പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് അല്ലെ. നേരത്തെ ഒരാള് സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചു ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സൗദി അറേബ്യയിൽ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് ഇപ്പം ഞാൻ മറന്നു. അവിടെ കാര്യമായ ഒരു ഇമാമുണ്ട്, ഷെയ്ഖുണ്ട്.
അദ്ദേഹം പിന്നെ വലിയ ഹൗഫുള്ള ആളാണ്. നിസ്കരിക്കാൻ നിന്ന അപ്പൊ ഭയങ്കര കരച്ചിൽ കരയത്ര അദ്ദേഹം. എന്തെങ്കിലും കാര്യം ഓതിട്ട് തന്നെ പിന്നെ ഭയങ്കര കരച്ചിലുണ്ടാവുന്നു. ധാരാളം സമയം അദ്ദേഹത്തിന് നിസ്കാരം നീണ്ടു നിൽക്കുന്ന. അതങ്ങനെ ഇതൊന്നുമല്ല അത്രേ, അങ്ങനത്തെ ഒരു കാര്യമായ ആളുടെ സൗദി അറേബ്യയിലെ അബഹേല്. ഞാനങ്ങനെ പറഞ്ഞപ്പോ വല്ലാത്തൊരു പിന്നെ അതെ ഹവാഷി തന്നെ. അതെ, എനിക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നി. അങ്ങനത്തെ ഒരു ഇമാമിനെ തുറന്ന് നിസ്കരിക്കാനില്ലേ, എത്ര നിസ്കരിച്ചാലും ബൂതിരുമല്ലോ. നമ്മളൊക്കെ അപ്പൊ അങ്ങനെ ഒരായത്തെ കൊണ്ട് ഓതുക, പിന്നെ കുറെ കരയാ, പിന്നത്തെ ആയത്തൊന്നും ഓതാൻ കിട്ടൂല, പറയുമ്പോഴേക്കും വീണ്ടും കരച്ചില് വരിക, വല്ലാത്ത ഇങ്ങനെ കഥക്കെ ഉള്ളത്. അതിനൊക്കെ തന്നെ എപ്പോഴും നിസ്കാരം സറാജിക്കണല്ലേ പടച്ചോനെ. ഏതായാലും ശരി. പിന്നെ അതുപോലെ അദ്ദേഹം റുക്കൂഴി ധാരാളം നീട്ടും, എഴുതാല് ധാരാളം നീട്ടും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഴുതാല് നീട്ടുന്ന റുക്കൂവിനേക്കാളും സുജൂദിനേക്കാളും ദീർഘിപ്പിക്കാൻ പറ്റൂല. ഏത് എഴുതാലും സുജൂദിന്റെ ഉള്ള എഴുത്തൊന്നും അത് ദീർഘിപ്പിക്കാൻ പറ്റും, കൂടുതൽ ദീർഘിപ്പിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഏതായാലും റുക്കൂവും സുജൂദൊക്കെ എത്രയും ദീർഘിപ്പിക്കാം. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എത്ര പ്രാവശ്യം ചെല്ലാം. 3 പ്രാവശ്യം ചൊല്ലി ഇമാം ഉയർന്നില്ല, അപ്പൊ പിന്നെയും ചെല്ലുക, എത്രയും ചെല്ലാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇനി സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി ഒന്നും അല്ലാത്ത മറ്റു ദിക്റുകളും ചെല്ലാം റുക്കൂഇലും സുജൂദിലൊക്കെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ സലാത്ത് ചൊല്ലുക, അല്ലെങ്കിൽ അറബി ഭാഷയിൽ ദുആ ചെയ്യുകയോ, മലയാളത്തിൽ ചേർക്കാൻ പറ്റൂല, അറബി ഭാഷയിൽ ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ റുക്കൂഉം സുജൂദൊക്കെ എത്രയും ദീർഘിപ്പിക്കാം. അതുകൊണ്ട് വിരോധം ഇല്ല. എത്ര ദീർഘിപ്പിച്ചോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂലി കൂടുതൽ കിട്ടുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 2 ഖുതുബയുടെ ഇടയിൽ ചൊല്ലേണ്ട പ്രത്യേക ദുആ ഉണ്ട്. പ്രത്യേക ദുആ ഇല്ല. 2 ഖുതുബിന്റെ ഇടയിലുള്ള ആ ഇത്തത്തിന്റെ സമയത്തുള്ള ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന്. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേകമായ സമയമുണ്ട്. അത് ഏത് സമയമാണ് എന്നുള്ള വിഷയത്തിൽ ഇന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടില്ല. ഏതുപോലെ ലൈലത്തുൽ ഖദ്ർ പോലെ. ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10ലാണ് കൂടുതൽ സാധ്യത, ഒറ്റ രാവുകളിലാണ് ഏറ്റവും സാധ്യത എന്ന് പറയാന്നല്ലാതെ ഇന്ന ദിവസമാണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ സമയമുണ്ട്. അതേത് സമയമാണെന്ന് വ്യക്തമാക്കി തന്നിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമികളിൽ പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് 2 ഖുതുബിന്റെ ഇടയിലുള്ള സമയമാണ് എന്ന് ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ആ സമയം എപ്പോഴും ആവട്ടെ, ആ 2 ഖുതുബയുടെ ഇടയിൽ ഉള്ള ആ സമയത്ത് ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുള്ള സമയമാണ്. അപ്പൊ അത് ആ സമയത്ത് ഏത് ദുആയും നടത്താം. അപ്പൊ അത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദുആ നടത്തുക, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഫാത്തിഹ ശരിയല്ലെന്നോ സുജൂദിൽ കാൽവിരലുകൾ നിലത്ത് വെക്കാതിരിക്കുകയോ ചെയ്താൽ പിരിഞ്ഞു നിസ്കരിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണ്. ഒരാളെ ഫാത്തിഹ സഹിയല്ല നിൽക്കുക, ആളെ ഫാത്തിഹ ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫാത്തിഹ ശരിക്കും ഓതാൻ സാധിക്കുന്ന കാരികിന് ഉമ്മയോട് തുടരാൻ പാടില്ല. തുറന്നിട്ട് നിസ്കാരം സഹിയാവൂല. ജമാഅത്തിന്റെ വീട്ടിലത് മാത്രമല്ല, നിസ്കാരം സഹിയാവൂല. കാരി ആയ ആൾക്കേ ഉമ്മിയായ ആളോട് തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലെന്ന്. കാരി ആയ ആളെന്ന് പറഞ്ഞാല് പിന്നെ മറ്റേ വലിയ കാരി എന്ന് അതിന്റെ ഉദ്ദേശം അതല്ല അർത്ഥം. ഫാത്തിഹ സൂറത്തിലെ ഹർഫുകൾ അതിന്റെ മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആള് അതാണ്. ഫാത്തിഹന്റെ ഹർഫുകൾ അതിന്റെ മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ഒരാൾക്ക് മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കാത്ത ആളോട് തുടരാൻ പറ്റൂലാന്ന്. അങ്ങനെ തുറന്ന് നിസ്കരിച്ചാൽ ആളെ നിസ്കാരം ജമാഅത്തിന്റെ കൂലിട്ടുള്ളത് മാത്രമല്ല, നിസ്കാരം സഹിയാവുകയും ഇല്ല. അപ്പൊ ഒരു ഇമാം ആ ഇമാമിന്റെ മഖ്റജൊന്നും ശരിയല്ല എന്ന് ആൾക്ക് ബോധ്യപ്പെട്ടു. ഇവന്റെ മഖ്റജാണെങ്കിൽ ശരിയാണേനും, അപ്പൊ ഇതിനെ തുടരാൻ പറ്റില്ല. അപ്പൊ വേഗം മുഫാറക്കത്ത് നിയത്ത് വെക്കുക, അയാൾ ഒറ്റ നിസ്കരിക്കുക എന്ന്. പിന്നെ കാലിന്റെ വിരലുകൾ നിലത്ത് വെക്കണില്ല നിൽക്കുക. കാലിന്റെ എല്ലാ വിരലും വെക്കണമെന്നില്ല കേട്ടാ. 10 വിരലും അതൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിരൽ വെച്ചാൽ മതി. ഒരു വിരലിന്റെ പള്ള നിലത്ത് തട്ടിയാലും മതി. 2 കാലിന്റെ ഒരു വിരലിന്റെ പള്ള നിലത്ത് തട്ടിയാലും മതി. പള്ള മുഴുവൻ തട്ടും വേണ്ട, പള്ളയിൽ നിന്ന് അല്പം തട്ടിയാലും മതി. എന്നാലും സുജൂദ് സഹിയാകും. അതേസമയത്ത് ഒരാൾ തീരെ അങ്ങനെ ചില ആളുകളില്ലേ, ഒരു കാലുമ്പോ മറ്റേ കാലുമ്പോ കയറ്റിട്ട് അങ്ങനെ കൺസ്കരിക്കുന്നതാണ്. അത് നമ്മുടെ ശാഫി മദ്ഹബ് അനുസരിച്ച് ആ സുജൂദ് സഹിയാവുകയില്ല. അപ്പൊ ഇമാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ തുടരാൻ പറ്റൂല. മുഫാറഖത്തിന് എത്തിച്ചുകൊണ്ട് അയാളെ വിട്ടുപിരിയാണ്.
ഉസ്താദ് റംളാനില്ലാതെ പിന്നെ വിത്റിൽ കുന്നൂത്ത് ഓതാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മദ്ഹബ്, നമ്മുടെ ശാഫി മദ്ഹബ് പ്രകാരം അങ്ങനെയില്ല. റംളാനിലെ പിന്നെ രണ്ടാമത്തെ പകുതിയിലെ വിത്റിൽ മാത്രമാണ് പിന്നെ കുനൂത്ത് സുന്നത്തുള്ളത്. ശാഫി മദ്ഹബ് പ്രകാരം മറ്റു ദിവസങ്ങളിൽ വിത്റിന് കുനൂത്ത് സുന്നത്തില്ല. ഇനി ഒരാൾ കുനൂത്ത് ഓതി നിൽക്കുക, അവിടെ വേറെ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാല് എഴുത്തിദാലാണ്. എഴുത്തിദാൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഖസീറായ റുക്കിനാണ്, അത് ചുരുങ്ങിയ റുക്കിനാണത്. അതിനെ നീട്ടിയിട്ട് നിസ്കാരം ബാത്തിലാക്കും. അപ്പൊ അത് ചെറിയ ദുആ നടത്തിയാൽ ബാത്തിലാകും എന്നല്ലേ പറഞ്ഞത്. എഴുത്തിദാലിന്റെ പരിധി വിട്ടുകൊണ്ട്, അതിന്റെ ആ പരിധി ഉണ്ടല്ലോ, ആ പരിധി വിട്ടുകൊണ്ട് അത്രയും നീട്ടി നിൽക്കുക, എന്നാൽ നിസ്കാരവും ബാത്തിലാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു സമയം നമ്മൾ വുളു ചെയ്യുമ്പോൾ അന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ എണ്ണല്ലേ പടച്ചോനെ, അതാണ് ഇംഗ്ലീഷിൽ എഴുതിയാളതല്ലേ സംഗതി. ഇപ്പൊ എണ്ണ എന്നുള്ളത് എന്ന് പറയുമ്പോ ആയിക്കോട്ടെ, സാരമില്ല. എണ്ണ ശരീരത്തിൽ ഉണ്ടായാല് ഇവിടെ പോയി പിയും വേറെ പിയം വന്നിട്ട് മേലെ കിടന്നാലോ. എണ്ണ ശരീരത്തിൽ ഉണ്ടായാൽ ഒളു ശരിയാകുമോ? എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. സാധാരണ എണ്ണ ശരീരത്തിൽ ആയതുകൊണ്ട് ഒളുവിന് വെള്ളം ചേരാതിരിക്കൊന്നുമില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഒക്കെ ഉണ്ടല്ലോ, അതേസമയത്ത് നല്ല കട്ടിയുള്ള കുഴമ്പ് പിന്നെ തൈരൊക്കെ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ളതാണെങ്കിൽ അത് ശരീരത്തിലുണ്ടെങ്കിൽ വെള്ളം ചേരൂല. അതല്ലാത്ത സാധാരണ എണ്ണ ഒക്കെ ആണെങ്കിൽ അത് വെള്ളം ചേരുകയൊക്കെ ചെയ്യുന്നുള്ളത് തന്നെയാണ്. പിന്നെ ഉളുവിൽ കോരിയെടുക്കുക എന്ന നിയ്യത്ത് വെക്കുക എന്ന വിഷയം വിശദീകരിക്കുമോ? ഉളുവിൽ കോരിയെടുക്കുക എന്ന നിയ്യത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ വെറുതെ വിശദീകരിക്കുമോ? എന്താ സംഭവം? എന്താണ് ഉളുവിൽ കോരിയെടുക്കുക? എന്താ സംഭവം എന്ന് പറഞ്ഞാലേ, 2 കൊല്ലത്തിനേക്കാളും താഴെയുള്ള പിന്നെ പാത്രത്തിൽ നമ്മൾ ഉളു ചെയ്യാണ്. ഒരു പാത്രത്തിൽ നമ്മൾ ഉളു ചെയ്യുന്നു, ആ പാത്രത്തിൽ എന്തില്ല? 2 കൊല്ലത്ത് വെള്ളം ഇല്ല. 2 കൊല്ലത്തിനേക്കാൾ താഴെയാണ് വെള്ളം. അപ്പൊ അതിൽ കൈയിട്ട് ഒന്നുണ്ടാക്കുമ്പോൾ എന്താണുള്ള വിഷയം എന്ന് പറഞ്ഞാല്, പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് ഒന്നുണ്ടാക്കി ചെയ്യാൻ പറ്റുമല്ലോ. ഫർളിൽ അവനെന്ത് പിന്നെ മുഖം കഴുകിയാൽ മുഖം മുഴുവൻ നനഞ്ഞു. പിന്നീട് അവൻ കയ്യിൽ ആ വെള്ളത്തിൽ ഇട്ട് നിൽക്കുക. അപ്പോൾ അവന്റെ ആ കൈയിന്റെ അശുദ്ധി അവിടെ ഉയരാണ് അല്ലേ? പിന്നീട് ആ വെള്ളത്തിൽ അവൻ കൈയിടുമ്പോഴേ പിന്നെ മുഖം കഴുകൽ കഴിഞ്ഞാൽ അടുത്ത ഫർളേതാണ് കൈ കഴുകലാണ്. അപ്പോ അവന്റെ ആ കൈ ആ വെള്ളത്തിൽ തട്ടിയാല് ആ വെള്ളം തട്ടിയ ഭാഗത്തുള്ള കൈയിന്റെ അശുദ്ധി ഉയരാണ്. അപ്പൊ ബാക്കിയുള്ള വെള്ളം എന്താ ഇപ്പൊ അവിടെ? ആ 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിന്റെ ബാക്കിയുള്ള വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി. ഇവന്റെ കയ്യിൽ നിന്ന് ആ വെള്ളത്തിൽ തട്ടിയ ഭാഗം ആ ഭാഗത്തുള്ള അശുദ്ധി ഉയർത്തുന്നതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ഉള്ള വെള്ളം. അവിടെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി. അപ്പൊ എന്ത് പറ്റും? ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ എന്താ മാർഗം? അതിൽ കൈയിടുമ്പോൾ ഞാൻ കോരിയെടുക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുക. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ വെള്ളം കോരിയെടുക്കുകയാണ് എന്ന നിയത്തോടു കൂടി കോരിയെടുക്കുക. അപ്പൊ ആ കൈ അവന്റെ അവയവം എന്ന വിധിയല്ല അവിടെ ഉള്ളത്. അപ്പൊ അവന്റെ ആ കൈ കൊണ്ട് കോരിയെടുത്തല്ലേ. അപ്പൊ നമ്മൾ കപ്പ് കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഒരു കപ്പിന്റെ ഹുക്കുമാണ് അവന്റെ മുൻകൈക്ക് അപ്പോൾ അവിടെ ഉള്ളത്. വെള്ളം കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പ്, ആ കപ്പിന്റെ ഹുക്കുമാണ് ഇപ്പൊ ഏതിനുള്ളത്? അവന്റെ കൈക്ക് അപ്പൊ ആ സമയത്തുള്ളത്. അപ്പൊ അത് കാരണം ആ വെള്ളം കോരിയെടുക്കാനുള്ള ഒരു പാത്രമാണ് ഇപ്പൊ അവന്റെ മുൻകൈ അപ്പൊ അവിടെ. അപ്പൊ അതാണ് പറഞ്ഞത്. ഏത് സംഗതി പോലെ നിയ്യത്തനുസരിച്ച് ആ വിഷയങ്ങളൊക്കെ ഉള്ളതേ.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ, അതുകൊണ്ട് അങ്ങനെ ആകും അങ്ങനെ ആകും അങ്ങനെ ആകും. നിയ്യത്താണ് ഓരോ വിഷയവും പല നിലക്കും തിരിക്കുന്നത്. നിയ്യത്താണ്. ഒരാളെന്ത് ചെയ്ത്, ഒരാള് അവന്റെ പിന്നെ വല്ലാതെ ചൂടെടുക്കുന്നുണ്ട്, അവനെന്ത് ചെയ്ത് കുറച്ച് വെള്ളം കണ്ട, ആ വെള്ളം കണ്ടപ്പോ അവന്റെ മുഖം കഴുകി, പിന്നെന്ത് ചെയ്ത് അവന്റെ കൈയൊക്കെ കഴുകി, തലൊക്കെ ഒന്ന് കഴുകി, കാലുമ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പാർന്ന്, കാലുമ വെള്ളമൊക്കെ പാർന്നപ്പോ എന്ത് ചെയ്താണ്, ഞെരിയാനി ഉൾപ്പെടെയുള്ള സ്ഥലമൊക്കെ നനഞ്ഞിക്കണം. എന്നാ ഒതുവാകുമോ? ഒതുവാകൂല. ഒതുവാണ്, അതൊരു ഇബാദത്താണ്. ഒതുവാകുകയാണെങ്കിൽ എന്ത് വേണം, ഞാൻ ഉദു ചെയ്യുന്നു എന്ന കരുത്തോടു കൂടി ഈ ഭാവ പണിയൊക്കെ ചെയ്യണം, എന്നാലേ ഒതുവാകുള്ളൂ. അപ്പൊ എന്താണ് രണ്ടും നമ്മൾ വ്യത്യാസം പാടില്ലേ? ഞാൻ ഉദു ചെയ്യുന്നു എന്ന കരുത്തോടു കൂടി അവൻ മുഖം കഴുകി, കൈ കഴുകി, തല കഴുകി, കാല് കഴുകി, അപ്പൊ അത് ഒതുവായി. നേരെ മറിച്ച് അതല്ല, ഇവനെ വല്ലാതെ ചൂടെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൈമല കാലുമലൊക്കെ ചളിയുണ്ട്, അത് പോകാൻ വേണ്ടി എന്ത് ചെയ്ത് മുഖം കഴുകി, കൈ കഴുകി, കാലുമ വെള്ളമൊക്കെ പാർന്ന് നിന്നാലോ? എന്നാലും അതൊക്കെ പോലെ അത് ഇബാദത്താവൂല. അപ്പൊ ഇബാദത്താണ് എന്ത് വേണം? നിയ്യത്ത് വേണം. അപ്പൊ അതാ. അപ്പോ 2 കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ട് ഒന്നുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കരുതാം, ഇങ്ങനെ ആവാം. ഇത് ഞാൻ കോരിയെടുക്കുകയാണ് എന്ന കരുത്തോടു കൂടി അവൻ എന്ത് ചെയ്യാം, പിന്നെ ആ വെള്ളത്തിൽ കൈയിട്ട് ഒന്നുണ്ടാക്കാൻ വിരോധമില്ല. ഫാത്തിഹ ഒന്നിലധികം തവണ ഓതി പോയെങ്കിൽ നമസ്കാരം ശരിയാകുമോ? അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഫാത്തിഹ എന്ത് ചെയ്ത് ഒരാൾ ഫാത്തിഹ ഓതി എന്നിട്ട് വീണ്ടും ഓതി, അതുകൊണ്ട് വിരോധമൊന്നുമില്ല, നമസ്കാരം ബാത്തിലാകുന്നില്ല. ഇമാം നിസ്കരിക്കുമ്പോൾ മൈക്ക് കയ്യിൽ പിടിച്ചു സുജൂദിലേക്ക് പോകുന്നു, സുജൂദിൽ കൈ നിലത്ത് തട്ടുന്നില്ല, മൈക്ക് വേറെ കയ്യിൽ ചുറ്റിയതുകൊണ്ട് ആ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പടച്ചോനെ, സുജൂദ് സഹിയാണെങ്കിൽ 7 അവയവം നിലത്ത് വെക്കണം, എന്നാലും സുജൂദ് സഹിയാവുള്ളൂ. നെറ്റിത്തട നിലത്ത് വെക്കണം, പിന്നെ 2 കൈയും നിലത്ത് വെക്കണം, കാലിന്റെ 2 മുട്ടും നിലത്ത് വെക്കണം, കാലിന്റെ 2 പാദവും നിലത്ത് വെക്കണം. ആണ് 7 അവയവം നിലത്ത് തട്ടിയെങ്കിലേ സുജൂദ് സഹിയാവൂ എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ വേറെ അഭിപ്രായമുണ്ട്, നെറ്റി മാത്രം നിലത്ത് കെട്ടിയാൽ മതിയെന്ന്. ഷാഫി മദ്ഹബ് തന്നെ അങ്ങനത്തെ അഭിപ്രായമുണ്ട്, നെറ്റി മാത്രം നിലത്ത് തട്ടിയാൽ മതി. അങ്ങനെ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചു നിൽക്കുക. എന്നാ സുജൂദ് ഏത് ഒരു എന്തായാലും പറയാ, നല്ല ഒരു കളരിയൊക്കെ പഠിച്ച ഒരാളല്ലേ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പഠിച്ച ഒരാളെ നിൽക്കുക, അയാളെ നെറ്റി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് അയാളുടെ 2 കാലും പിന്നെ കയ്യും ഒക്കെ മേപ്പെട്ട് ആക്കാർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കും നിൽക്കുക. എന്നാൽ സുജൂദ് സഹീഹ് ആകും എന്ന് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ അഭിപ്രായമുണ്ട്. പിന്നെ ഏതായാലും ശരി, മദ്ഹബിലെ സഹീഹ് മുഅ്തമദായ അഭിപ്രായം ഒന്നല്ലല്ലോ. മുഅ്തമദായ അഭിപ്രായം അതൊന്നല്ല. മുഅ്തമദായ അഭിപ്രായം 7 അവയവങ്ങൾ നിലത്ത് വെക്കണം എന്നാണ്. അപ്പൊ ആ ഇമാം എന്ത് ചെയ്തു, മൈക്ക് കൈ പിടിച്ചിട്ടുണ്ട്, മൈക്ക് കൈ പിടിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, മൈക്ക് കൈ പിടിച്ച് ആ മൈക്ക് പിടിച്ച കൈ നിലത്ത് വെക്കാതെയാണ് അയാൾ സുജൂദ് ചെയ്യുന്നെങ്കിൽ അയാൾ സുജൂദ് സഹിയാവുകയില്ല. അങ്ങനെയുള്ള ഇമാമെ തുടരാൻ പറ്റൂല, തുടർന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. പിന്നെ സ്ത്രീകൾക്ക് കയ്യുറ ധരിച്ച് സുജൂദ് ശരിയാകും, അതുകൊണ്ട് വിരോധമില്ല. സ്ത്രീകൾക്ക് കൈ ഉറ ധരിച്ചുകൊണ്ട് സുജൂദ് ചെയ്താലും സുജൂദ് സഹിയാകും. നെറ്റിത്തടം മറയോട് കൂടി നിലത്ത് വെച്ചാൽ സഹിയാവുകയില്ല. മറ്റ് അവയവങ്ങളിലൊക്കെ ഇപ്പൊ ഷോക്സ് ഇട്ടു, അല്ലെങ്കിൽ കാലിന്റെ മുട്ട് അല്ലെ വസ്ത്രം ഉണ്ടാവില്ല അവിടെ, അതോടുകൂടിയാണ്, അല്ലെങ്കിൽ കയ്യുമ്മ ഉറട്ട്, അതുകൊണ്ടൊന്നും വിരോധമില്ല. അങ്ങനെയൊക്കെ സുജൂദ് ചെയ്താലും സഹിയാകും. പക്ഷെ നെറ്റിത്തടത്തിൽ നിന്ന് അല്പമെങ്കിലും മറയില്ലാതെ തന്നെ നിലത്ത് തട്ടണം, നല്ല സുജൂദ് സഹിയാവുകയുള്ളൂ. എന്നാൽ നമ്മുടെ മദ്ഹബ്, എന്നാൽ മറ്റു 3 മദ്ഹബും അങ്ങനെയല്ല, മറയോട് കൂടി നിലത്ത് വെച്ചാലും മതി. അറബികളൊക്കെ സ്ക്രീൻ കാണാനല്ലേ, അറബികൾ മാത്രമല്ല പല ആൾക്കാരും അറബി കുട്ടികൾക്കുണ്ട് അല്ലെ, അറബി കുട്ടികൾക്കുണ്ട് തലക്കെട്ട്, അല്ലെ രസമുള്ള തലക്കെട്ടില്ലേ അറബി കുട്ടികൾക്ക്. അവിടെ ഇമാറാത്തിലെ കുട്ടികൾക്കൊക്കെ ഉണ്ട് ഒരു തലക്കെട്ട്, നല്ല രസമാണ് ആ തലക്കെട്ട് കാണാന്. അത് ആ നെറ്റി അടക്കം ആണ് പിന്നെ ആ തലക്കെട്ടുണ്ടായത്. നെറ്റി അറബി കുട്ടി അങ്ങനെ കുട്ടികൾ സുജൂദ് ചെയ്യും. അതുകൊണ്ട് വിരോധമില്ലാണ്. ഷാഫി മദ്ഹബിൽ മാത്രമാണ് മറയില്ലാതെ നെറ്റി നിലത്ത് വെക്കണമെന്ന നിബന്ധനയുള്ളത്.
മറ്റ് 3 മദ്ഹബിലും മറയോടുകൂടി നിലത്ത് വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ കാലിന്റെ മുട്ടുമ്മ അല്ലേ 7 അവയവം നിലത്ത് വെക്കണമെന്നല്ലേ? അപ്പൊ ആ 7 അവയവം കാലിന്റെ മുട്ടുമ്മ പിന്നെ തുണി മാറിച്ചെന്നല്ലേ മുട്ട് നിലത്ത് വെക്കല് അല്ലേ? അതുപോലെ തന്നെ അപ്പൊ മറ ഉണ്ടാകുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് മറ്റു മദ്ഹബൊക്കെ. അങ്ങനെയാണ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കല്യാണത്തിന് മുട്ടായി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് ഇസ്ലാമിക വിധിയാണ് എന്താ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ കല്യാണത്തിന് മുട്ടായി കൊടുക്കാറില്ല? കല്യാണത്തിന് മുട്ടായി കൊടുക്കുക പെണ്ണിനല്ലേ? ആ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഉള്ളതാണത്. ഇത് കല്യാണം അങ്ങനെ ഒരു കല്യാണ ആലോചന നടത്തി അങ്ങനെ അത് ഉറപ്പിച്ചു നിൽക്കുക. ഉറപ്പിച്ച ആ ഖിത്ബത്തുണ്ടല്ലോ, അത് ആ കല്യാണ അന്വേഷണം അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി വേറെ ആരും ആലോചന നടത്താതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചു എന്നത് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. സോമാലി, എന്റെ സുഹൃത്തുക്കളുണ്ട് സോമാലികൾ, അവരൊക്കെ ചെയ്യാൻ 2000 ദിർഹം ആണ് അയച്ചു കൊടുക്കാറ്. 2000 ദിർഹം അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, പറ്റിയാൽ ഇനി അവൾ മറ്റൊരു ഭർത്താവിന്റെയും വിവാഹാലോചന സ്വീകരിക്കുകയില്ല എന്നതിന്റെ അർത്ഥം. അതുപോലെ തന്നെ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ ഒരു കല്യാണാലോചന നടത്തിയൊരു പെണ്ണാണ്, അങ്ങനെ ആ പെണ്ണെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവളെ വേറെ ആരും പിന്നെ ആലോചന നടത്താതിരിക്കാൻ വേണ്ടിയും ഇത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയും അവർക്ക് മുട്ടായി കൊടുക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണം കൊടുക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് തെറ്റുള്ള കാര്യമാണെന്ന് പറയാൻ വയ്യ. അതൊന്നും എന്താണ് ഇസ്ലാമിക വിവാഹ ആലോചന? ഇസ്ലാമിക വിവാഹാലോചന പറഞ്ഞാല് ഒരു ഇസ്ലാമിക വിവാഹാലോചന ഇസ്ലാം വിരോധിക്കാത്ത കാര്യമൊക്കെ ഇസ്ലാമികമാണ്. ഒരു കാര്യങ്ങൾ കല്യാണത്തിന് മുമ്പായി ആ പെണ്ണിനെ ഒന്നും കൊടുക്കരുത് എന്ന ഹദീസിൽ ഒന്നും നിൽക്കുക അല്ലെ? നിങ്ങളൊരു പെണ്ണിന് വിവാഹാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ നിക്കാഹിന്റെ മുമ്പ് ആ പെണ്ണിനൊരു വസ്തു കൊടുക്കരുത് എന്ന ഹദീസ് ഉണ്ട് നിൽക്കുക. എന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഹദീസിലോ അല്ലെങ്കിൽ ഖുർആനാത്തോ ഹദീസോ ഒന്നും ഇല്ല നിൽക്കുക അല്ലേ? അല്ലെങ്കിൽ പ്രാമാണികമായ രേഖകളൊന്നും ഇല്ല, അത് വിരോധിച്ചുകൊണ്ടുള്ള രേഖയില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം അത് അനുവദനീയമാണെന്നാണ്. വിരോധിക്കാത്ത കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. അപ്പൊ അത് അനുവദനീയമാണ്. സുജൂദ് ചെയ്യുമ്പോൾ മൂക്ക് നിലത്ത് തട്ടണോ? സുന്നത്താണ്, നിർബന്ധമില്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്ക് നിലത്ത് തട്ടിക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. പിന്നെന്താണ്? നിസ്കാരത്തിൽ പെണ്ണുങ്ങളുടെ സഫ് എങ്ങനെയാണ്? എല്ലാം വിശദമായി അറിയിക്കുമല്ലോ. നിസ്കാരത്തിൽ പെണ്ണുങ്ങളുടെ സഫ് എന്ന് പറഞ്ഞാലേ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പാടെ നിസ്കരിക്കുകയാണെങ്കിൽ പെണ്ണിന്റെ നേരെ പിന്നെ പുരുഷന്മാരുടെ നേരെ പിന്നിൽ സഫ് കെട്ടേണ്ടത് കുട്ടികളാണ്. കുട്ടികളുടെ നേരെ പിന്നിലാണ് സ്ത്രീകൾ സഫ് കെട്ടേണ്ടത്. പുരുഷന്മാരുമുണ്ട്, കുട്ടികളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. എങ്കിൽ ഇമാമിന്റെ നേരെ പിന്നിൽ പുരുഷന്മാർ സഫ് കെട്ടുക, അതിന്റെ പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകൾ. ഇനി അതല്ല, ഇനി കുട്ടികളും പെണ്ണുകളും മാത്രമേ നിൽക്കുക, എന്നാൽ ഇമാമിന് നേരെ പിന്നിൽ കുട്ടികളെ നിർത്തുക, അതിന്റെയും പിന്നിൽ പിന്നെ സ്ത്രീകൾ നിൽക്കുക. ഇനി അതല്ല, പെണ്ണുകൾ മാത്രമേ നിൽക്കുക, എന്നാൽ ഇമാമിന് നേരെ പിന്നിൽ പെണ്ണുകൾ നിൽക്കുക തന്നെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിസ്കാരം സഹിയാവും, ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അല്ലെ? എന്നാൽ ഇമാമിന്റെ നേരെ പിന്നിലാണ് അവൾ നിൽക്കേണ്ടത്. അത് സ്വന്തം ഉമ്മയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, മകളാണെങ്കിലും ശരി. നേരെ മറിച്ച് ഒരു ഇമാം ഒരു മഅ്മൂം മാത്രമാണെങ്കിലോ ഇമാമിന്റെ വലഭാഗത്തായിക്കൊണ്ട് ഇമാമിനോട് ചേർന്ന് ഇമാമിന്റെ അടുത്തായിക്കൊണ്ടാണ് മഅ്മൂം നിൽക്കേണ്ടത് അല്ലേ? ഇമാമിന്റെ മടമ്പിന്റെ ഒപ്പം ആയിക്കൊണ്ട് മഅ്മൂമിന്റെ കാലിന്റെ വിരലുകൾ പിന്നെ എത്തുന്ന രീതിയിൽ നിൽക്കുക. ഇമാമിന്റെ വലഭാഗത്ത്
ഇമാമിനേക്കാൾ അല്പം പിന്നിലായിക്കൊണ്ട് നിൽക്കലാണ് സുന്നത്ത്. ഒരു ഇമാം മൗമൂമാണെങ്കിൽ. നേരെ മറിച്ച് ഒരു ഇമാമും മൗമൂമത്ത് ഒരു പെണ്ണാണ്, എന്നാൽ ഇമാമിന്റെ നേരെ പിന്നിലാണ് അവൾ നിൽക്കേണ്ടത്. അത് ഇമാമിന്റെ ഉമ്മയാണ് നിൽക്കുന്നത്. എന്നാലും അങ്ങനെ തന്നെ തൊട്ടാവുന്ന മുറിയൊന്നുമില്ലല്ലോ. എന്നാലും ശരി, എന്തായാലും കാരണം അവൾ ഉമ്മ എന്നുള്ള ഒരാടെ പെണ്ണാണല്ലോ, അതാണ് അതിന് കാരണം. അല്ലെങ്കിൽ മകളാണ് ഇമാമിന്റെ മകളാണ് മൗമൂമായിട്ടുള്ളത്. എന്നാലും ശരി, ആ ഇമാമിന്റെ പിന്നിലാണ്, നേരെ പിന്നിലാണ് അവൾ നിൽക്കേണ്ടത്. പിന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ചുടുവെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് കേട്ട് ഇതിന്റെ ഇസ്ലാമിക വിധി എനിക്കങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് വിരോധമൊന്നുമില്ലേನು. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ചുടുവെള്ളേ ഒഴിക്കൊണ്ട് വിരോധമൊന്നുമില്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. പിന്നെ നിസ്കാരത്തിൽ പെണ്ണുങ്ങളാണ് പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ ഖുർആൻ കയ്യിൽ പിടിച്ച് നോക്കി ഓതുന്ന ആളെ തുടരാൻ പറ്റുമോ? അതും പറ്റും, വിരോധമില്ല. നിസ്കാരത്തിൽ ഖുർആൻ നോക്കി ഓതാൻ മാത്രമല്ല, ഇമാമ് ഖുർആൻ കയ്യിൽ പിടിച്ച് ഓതുന്ന ആളാണെങ്കിൽ ആളെ തുടർന്ന് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജനാബത്ത് കുളിക്കുമ്പോൾ ശരീരം മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുളിക്കുന്ന വെള്ളം ബാക്കിയുള്ള വെള്ളത്തിലേക്ക് തെറിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ശരീരം മുഴുവൻ നനച്ചു നിൽക്കുക. ജനാബത്തൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ജനാബത്ത് കുളിക്കുമ്പോഴേ ആദ്യത്തെ ഒരിക്കൽ ഒരു പ്രാവശ്യം ശരീരം മുഴുവൻ നനഞ്ഞു നിൽക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവന്റെ ജനാബത്ത് ഉയർന്നു. പിന്നെയുള്ള വെള്ളം പിന്നെ ജനാബത്ത് ഉയർത്തുന്ന വെള്ളമല്ല, പിന്നെയും അവൻ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളം എന്ത് ചെയ്തു? ആ ബക്കറ്റിലേക്ക് തന്നെ തെറിക്കുന്നുണ്ട് നിൽക്കുക. അതുകൊണ്ട് യാതൊരു വിരോധമില്ല. ആ വെള്ളം ആ തെറിച്ച വെള്ളം കൊണ്ട് വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കെന്താ ഡോട്ട്? എന്താണ് സഹോദരന്മാരെ, എനിക്ക് ഇത് നിങ്ങൾ വേറെ അല്ല പിന്നെ അടിമന്മാർക്കൊക്കെ അല്ല അറിയിക്കേണ്ടത്. ഞാൻ ഇപ്പൊ ഒരു ഈ എത്ര PM കൂടെ കേൾക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളുള്ള. ഇപ്പൊ ഡോട്ടിന്റെ കാര്യമൊക്കെ എന്നെപ്പോ അറിയിക്കരുതേ. പിന്നെ കാരണം ഇതിന്റെ അതായത് നോക്കിയെടുക്കാന്നാണ് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ്? വിട്ടുപിരിയുന്നതിനുള്ള ഭിന്നത കരുതി തുടർന്നു നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യുന്നത് കൊണ്ട് വിരോധമുണ്ടോ? അതോ ഉടൻ മുഫാറഖത്ത് വേണോ? എന്താ മനസ്സിലായില്ല. ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ് അല്ലേ? എന്നാൽ പിന്നെ അയാളോട് വിട്ടുപിരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിയ്യത്താണത്, നിയ്യത്താണ്. ഞാൻ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്നവൻ മനസ്സിൽ കരുതലാണത്. അതല്ലാതെ വേറെ വിഷയമല്ലത്. ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. ബാത്തിലായ നിസ്കാരത്തിനോട് തുടരാൻ പറ്റൂല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇമാമിനോട് വിട്ടുപിരിയുന്നത് മനസ്സിൽ കരുതുക. എന്താ പിന്നീട് അയാൾ നിസ്കരിക്കുന്നത് ആ ഇമാമെ തുടർന്നുകൊണ്ടല്ല, പിന്നെ അയാൾ ഒറ്റക്കാ നിസ്കരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ചോദ്യം ഒക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് കുറെ അധികം ഇപ്പൊ കുറെ ആയല്ലോ, നമുക്ക് ബാക്കിയുള്ള സമയത്ത് നാളെ ഇൻഷാ അല്ലാഹ് പറയാം. ഇപ്പൊ ഞാനിന്ന് ഇത്രയധികം സംസാരിക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല. പിന്നെ ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇതുവരേക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല അവന്റെ മഹദായ ഫضل കൊണ്ട് നമുക്ക് പുറത്തു തരികയും ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് മാത്രം അല്ലാഹു നമ്മെ ജീവിപ്പിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.